ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ മലയാളം ഫസ്റ്റിൻ്റെ SSLC ആൻസർ ഷീറ്റിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇതുപോലെ SSLCയുടെ പേപ്പേഴ്സ് ആൻഡ് എൻ്റെ SSLC മാർക്സിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഏതെങ്കിലും പേപ്പറിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ഇട്ടാൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കുമെന്ന്. അപ്പോൾ 2-3 പേര് കമൻറ്റ് ഇട്ടിരുന്നു മലയാളത്തിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്ന്. അപ്പോൾ ഇന്ന് അവിടെ ചെയ്യുന്നത് മലയാളം ഫസ്റ്റിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. അപ്പോൾ മലയാളം ഫസ്റ്റ് എനിക്ക് 38 മാർക്സാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും മലയാളം എഴുതുമ്പം ആദ്യം ഞാൻ 1 വേർഡ്സ് എഴുതിയിട്ട് പിന്നെ 6 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടും എഴുതാൻ ശ്രമിക്കാറുള്ളത്. അത് ടൈം മാനേജ്മെൻറ്റിനാണ് ഞാൻ അങ്ങനെ ചെയ്യുക. കാരണം നമ്മളിപ്പോൾ എല്ലാം എഴുതി വന്നിട്ട് ആദ്യമേ ഇങ്ങനെ നമ്മൾ ഓർഡറിൽ ഇങ്ങനെ 2 മാർക്ക് 4 മാർക്ക് അങ്ങനെ എഴുതി വരുമ്പോൾ ലാസ്റ്റ് ടൈം കിട്ടിയില്ല എങ്കിൽ 6 മാർക്സാണ് നമുക്ക് പോവുക. 6 മാർക്സ് പോയാൽ A+ൻ്റെ കാര്യവും പോക്കാണ്. അപ്പോൾ അങ്ങനെ ഒരിത് വരാതിരിക്കാൻ എനിക്ക് ആദ്യമൊക്കെ ഓണപ്പരീക്ഷ ടൈമിലൊക്കെ ഞാൻ ഇങ്ങനെ ഓർഡറിൽ എഴുതി 6 മാർക്സൊക്കെ എഴുതാൻ എനിക്ക് ഒരുപാട് ടൈം കിട്ടാതെ വന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പിന്നീട് ഇങ്ങനെ എഴുതാൻ ശ്രമിച്ചത്. അപ്പോൾ ഞാൻ 5 മാർക്സിൻ്റെ ഫുൾ എഴുതും. കാരണം നമുക്ക് ഏതെങ്കിലും തെറ്റിപ്പോയാൽ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ റിസ്ക് എടുക്കാതിരിക്കാനാണ് അത് ഫുൾ എഴുതുന്നത്. അടുത്ത് ഇത് 6 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഈ 6 മാർക്സിൽ എനിക്ക് 5 മാർക്സേ ഉള്ളൂ. അതാണ് 1 മാർക്ക് അപ്പോൾ ഇവിടെയാണ് പോയത്. പിന്നെ 1 മാർക്ക് ഒരു 2 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യനിലാണെന്ന് തോന്നുന്നു, ഞാൻ പറയാതെ. ഓക്കെ, അപ്പോൾ ഇതാണ് 6 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഏതോ ഒരു പോയിൻ്റ് വരാനുണ്ടെന്ന് ടീച്ചർ പറഞ്ഞു, അതാണ് 1 മാർക്ക് കുറച്ചത്. അപ്പോൾ ഇത് നമ്മുടെ ലക്ഷ്മണ സാന്ത്വനം ആ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. അടുത്തത് ഒരു 6 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകളുടെ പ്രാധാന്യത, സ്ത്രീകളുടെ തുല്യത അതൊക്കെ എഴുതാനുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് നമ്മുടെ സ്വയം അഭിപ്രായം എഴുതാനുള്ളതായിരുന്നു. നമ്മുടെ വിശ്വരൂപം ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് 6 മാർക്സ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാനാണെങ്കിൽ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആകെ 1 പേജേ എഴുതിയിട്ടുള്ളൂ. 1 പേജിൽ തന്നെ 6 മാർക്ക് കിട്ടി. 1 പേജല്ല, 1 പേപ്പർ. അപ്പം ചില ടീച്ചർമാരൊക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒത്തിരി 6 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ എഴുതുമ്പം ഒത്തിരി 2-3 പേപ്പറൊക്കെ എഴുതണം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് മാർക്ക് കിട്ടി. ചിലപ്പോൾ ആ ടീച്ചറിൻ്റെ ഇതുകൊണ്ടായിരിക്കാം. ചില ടീച്ചർമാർ പോയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മാർക്സ് തരും, അതായിരിക്കാം. ഇത് 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇത് ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, 14th ക്വസ്റ്റ്യൻ. ഇത് നമ്മുടെ സുഭാഷ് ചന്ദ്രൻ്റെ പരദീസ നഷ്ടം, മറ്റേ ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ ആ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇതിനെനിക്ക് 4 മാർക്സ് ഉണ്ട്. തേർട്ടീൻത് ക്വസ്റ്റ്യനും 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇത് ഞാൻ കഥാകാരനായ കഥ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. അതിനും 4 മാർക്സ് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ശരൺകുമാർ ലിംബാളയുടെ ചാപ്റ്ററുമായിട്ട് ബേസ് ചെയ്തതായിരുന്നു. അതിനും 4 മാർക്സ് ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് 4 മാർക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം യുദ്ധത്തിൻ്റെ പരിണാമം ചാപ്റ്ററിലെയാണ്. അതിനും 4 മാർക്സ് ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ OV വിജയൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിനും 4 മാർക്സ് ഉണ്ട്. അപ്പോൾ ടോട്ടലായിട്ട് എനിക്ക് മലയാളം ഫസ്റ്റിന് 38 മാർക്സാണ്. അപ്പോൾ ഇതാണ് എൻ്റെ മലയാളം ഫസ്റ്റിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസർ ഷീറ്റ്. നിങ്ങൾ ഇത് വായിച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും അക്ഷരത്തെറ്റുണ്ടെങ്കിൽ അതൊക്കെ ക്ഷമിക്കുക. ഞാൻ പെട്ടെന്ന് നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ നമുക്ക് അക്ഷരത്തെറ്റ് മാക്സിമം ഞാൻ വായിച്ച് നോക്കിയാണ് എഴുതിയത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.